കോഴ്സിനെ സംബന്ധിച്ച് അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചൊക്കെ ബഹുമാന്യരായ അസർ സാർ ഹമീദ് അസരി വളരെ സമഗ്രമായി പറഞ്ഞു. അവരുടെ ആ പരിചയപ്പെടുത്തൽ തന്നെ നമുക്കൊരു മാതൃകയാണ്. എന്താ മാതൃക? ഒരുപാട് സമയം ഇങ്ങനെ നീട്ടി പ്രസംഗിക്കുന്നതാണ് മാതൃക. ഖൈറുൽ കലാമി അല്ല വദല്ല. അതാണ് വളരെ കുറഞ്ഞ വാക്കുകളിലൂടെ കൂടുതൽ ആശയങ്ങൾ പ്രകടിപ്പിക്കുക, കുറഞ്ഞ സമയത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക. അതാണ് ഒരു മാതൃക, ഒരു നല്ല അധ്യാപകൻ്റെ മാതൃക. അവർ രണ്ടുപേരെയും ഈ കാര്യത്തിൽ ഞാൻ പ്രത്യേകമായി പ്രശംസിക്കുന്നു. അസർ സാഹിബിനെയും ഷാഹുദ്ദീൻ അസരി. ഒരു അധ്യാപകൻ്റെ സാമർത്ഥ്യവും കാര്യങ്ങളും വ്യാഴാഴ്ച വൈകിട്ട് ബുഖാരി മജ്ലിസിൻ്റെ സമാപനം സൂചിപ്പിച്ചു. ആദരണീയനായ ഉസ്താദ് അതിനാപട്ടണം ഉസ്താദ് KT മുഹമ്മദ് കുട്ടി ഹസരത്ത് ഉസ്താദിനെ സംസാരിക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഒരു അധ്യാപകൻ്റെ എല്ലാ സവിശേഷതയും ഒത്തിണങ്ങിയ ഒരു അധ്യാപകനാണ് സാർ. അത് ഇത്തിബാ റസൂലാണ്. എല്ലാ കാര്യത്തിനും ഉത്തരയാണ്. യഥാർത്ഥമായ ഒരു മാതൃക പിൻപറ്റുന്നയാളാണ്. ഈ കാര്യത്തിലും അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്കൊക്കെ ഒരു വിസ്മയം ജനിക്കുമാണ്. ബുഖാരി മജ്ലിസിൻ്റെ സമാപനത്തിൽ പറഞ്ഞു, സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്, അതിൽ ഓരോന്നിനും ഓരോ പേരുണ്ട്. നോമ്പ് പിടിക്കുന്നവർക്ക് അതിൻ്റെതായ ഒരു വാതിൽ, നമസ്കരിക്കുന്നവർക്ക് മറ്റൊരു വാതിൽ, അങ്ങനെ ഓരോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ പേരിലും അറിയപ്പെടുന്ന വാതിലുകളാണ്. ആ വാതിലുകൾ ഓരോരുത്തരെയും അതിൻ്റെ കാറ്റഗറി അനുസരിച്ച് വിളിക്കും. അവരതിൽ കൂടി കടന്നു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് എഴുന്നേറ്റ് അല്ലാഹുവിൻ്റെ റസൂലെ എല്ലാ വാതിലുകളിൽ നിന്നും വരാമെന്ന് വിളിച്ചാലോ ചോദ്യമാണ്. ഉസ്താദിൻ്റെ ഒരു ഉപദേശം ഞാൻ എടുത്തു പറയുകയാണ്. എല്ലാ വാതിലുകളിൽ നിന്നും ഒരാളിനെ വിളിച്ചാൽ അവരേത് വാതിൽ കൂടിയാണ് കടക്കുന്നത്. അവിടെയാണ് ഒരു അധ്യാപകൻ്റെ സാമർത്ഥ്യം, ഒരു അധ്യാപകൻ്റെ വിവേകം, ഒരു അധ്യാപകൻ്റെ മനഃശാസ്ത്രം. അപ്പോൾ ഇതിനെന്താ പറയുന്നത്? എല്ലാ വാതിലുകളും കൂടിയും ഒരാളെ വിളിച്ചാൽ എന്ത് ചെയ്യും? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായൊരു മറുപടി പറഞ്ഞു. അർജു അൻ തകൂന മിൻഹും, അർജു അൻ തകൂന മിൻഹും. ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ എല്ലാ വാതിലുകളിലൂടെയും വിളിക്കപ്പെടുന്നവരിൽ അബൂബക്കർ ഉൾപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു അധ്യാപകൻ്റെ മനഃശാസ്ത്രമാണ്, ഒരു അധ്യാപകൻ്റെ കഴിവാണ്, ഒരു അധ്യാപകൻ്റെ പ്രാഗൽഭ്യം. മനഃശാസ്ത്രപരമായി, സാങ്കേതികമായി, ശാസ്ത്രീയമായി ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ എന്നറിയുക. ഈ 3 ഗുണങ്ങൾ ഒരാൾ ഒത്തിണങ്ങിയാൽ രക്ഷപ്പെട്ടില്ല. എന്തെങ്കിലും ഇനി ബാക്കി വല്ലതും ഉണ്ടോ വലിയ പക്ഷേ ഇനി വല്ലതും മാറ്റങ്ങളുണ്ടോ? സമൂഹത്തിൽ ആരോടും ചോദിച്ചാലും, മരിച്ചു കഴിഞ്ഞാലും, ജീവിച്ചിരിക്കുമ്പോഴും നമ്മൾ നല്ലതാണെന്ന് നമ്മളെ എങ്ങനെ നമുക്കറിയുന്നത്? നമ്മൾ നല്ലതാണോ അല്ലേ എന്ന് നമ്മളെങ്ങനെ അറിയുന്നത്? ഒരു സഹാബിയോട് ചോദിച്ചു, അല്ലാഹു റസൂലേ ഞാൻ നല്ലതാണോ അല്ലേ?
ഇതിൻ്റെ മനസാക്ഷിയോട് ചോദിക്കും, നീ നല്ലതാണോ അല്ലേ? നീ നല്ല ആളാണെന്ന് എൻ്റെ മനസാക്ഷി വിധിക്കഴിഞ്ഞാൽ നീ നല്ലതാണ്. വടക്ക് നോക്കി യന്ത്രം എവിടെ വെച്ചാലും അതിൻ്റെ കാന്തസൂചി വടക്കോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന പോലെ നമ്മുടെ മനസ്സിൻ്റെ മനസാക്ഷി അതെപ്പോഴും നന്മയിലേക്കാണ് തിരിഞ്ഞ് നിൽക്കുന്നത്. അതിനെ നമ്മൾ വലിയ രസമാക്കുകയോ കാന്തപ്പുറത്ത് വെച്ചിട്ടുമ്പോഴാണ് നമ്മൾ ദുഷിച്ചു പോകുന്നത്. ശരിക്കും നല്ല മനസാക്ഷിയുള്ള സമൂഹത്തിൽ ഒരു നല്ല ആളായിത്തീരുക. അപ്പോൾ ആരും നമ്മളെ മതിക്കും, നമ്മളെ ഇഷ്ടപ്പെടും, നമ്മളെ സ്നേഹിക്കും, നമ്മളെ അനുകരിക്കും. ഞാൻ ഈ അടുത്ത ദിവസം കാലിക്കറ്റ് ടൗണിലെ കോഴിക്കോട് അവിടുത്തെ ക്യാൻറ്റീൻ ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ നമ്മുടെ സുലൈമാൻ മേപ്പട്ടൂർ അങ്ങോട്ട് കടന്നു പോകും. ഈ കഴിഞ്ഞ 18-ാം തീയതി സംഭവം. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ ഞങ്ങളെടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചു. ഫസ്റ്റ് അറിയില്ല, കൈ കഴുകാൻ വേണ്ടി പോയി. അപ്പം ആദ്യമായി സ്കൂൾ തിരിക്കേണ്ട ഞാനാണ്. ഞാൻ സ്കൂൾ തിരിച്ചിട്ട് അദ്ദേഹത്തിന് സർ കഴിയുന്നുണ്ട്, അതേ കഴിഞ്ഞു മറു ഞാൻ കഴിയുന്നു മറു. അപ്പോൾ എന്നെ പരിചയപ്പെട്ടു, എവിടെയാണ് സാർ? ഞാൻ പരിചയപ്പെട്ടു. സാറിൻ്റെ പേരെന്താ? ഞാൻ മുരളി എന്നാണ് എൻ്റെ പേര്. അതൊരു വലിയ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പറഞ്ഞ ഞാൻ നിങ്ങളോടൊപ്പം ഒരു ടേബിളിലിരുന്ന് ഭക്ഷണം കഴിച്ചു. തുടക്കം മുതൽ നിങ്ങളുടെ ഭക്ഷണം കഴിക്കുന്ന രീതി, അവിടെയുള്ള സംഭാഷണം, നിങ്ങളുടെ ചുണ്ടിക്കീടെ ഇങ്ങനെ പറയുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. ഇപ്പോൾ ഭക്ഷണം കഴിച്ച് നമ്മൾ രണ്ടുപേരോട് വന്നപ്പോൾ ആദ്യം കൈ കഴുകാൻ നിങ്ങൾ ഇനിയെ തന്നെ പുറകോട്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ എന്നെ വല്ലപോലെ ആവശ്യിച്ചു. വളരെ സന്തോഷം. ഇപ്പോൾ ഇത് കൊച്ചു കാര്യമാണ്, അതിന് ലാഭം ആൾക്കാണ്, സമുദായത്തിന് മനസ്സിലാകും. നമ്മൾ ഈ രൂപവും ഭാവമൊക്കെ നമ്മൾ ചെയ്ത് ബഹുമാനപ്പെട്ട ഹുസൈൻ അഹമ്മദ് മദനി ഷേഖ് ഹസൻ ഹസരത്ത് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദ്, ദാറുൽ ഉലൂമിന്റെ പ്രിൻസിപ്പളായിരുന്ന ഷേഖ്. അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രയാണം മൂത്രമില്ല, പോയിട്ട് ഉടനെ തിരിച്ചു. അപ്പോൾ അദ്ദേഹം बड़ा खराब मूड खराब होता है. അപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞ് സൈനാമൂർ മതി മുഖമിട്ട് ആ ഭാവേന നമ്മൾ പോയി ആ ബാത്റൂം അങ്ങ് വൃത്തിയായി ಒಂದು ವರ್ಷ ನಾವು ടീഷർട്ട് ചെല്ല് മുദ്ര വെച്ചപ്പോൾ അപ്പോൾ അദ്ദേഹം ചെന്നപ്പോൾ പ്രത്യേകപ്പെട്ടു ഉള്ളപ്പോൾ ഹുസൈൻ അവർ വന്ന് ഈ ഇതൊരു നല്ല വിലയിരുത്തി. ആ വിലയിരുത്തലിൻ്റെ അലകൾ ചെന്ന് ചേർന്നത് ഇസ്ലാമിക. അപ്പോൾ സ്വാഭാവികമായി സമൂഹത്തിൽ ഒരു നല്ലവനായി തീരുക, നമ്മൾ സമൂഹത്തിൽ നല്ലതായി തീർന്നാൽ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഒന്നും വ്യത്യാസമില്ലാതെ സമൂഹം നമ്മൾ മരിക്കും. ആ മരിപ്പ് അതിൻ്റെ മഹത്വം ഇസ്ലാമിലേക്ക് ലഭിക്കും. അപ്പോൾ ഒരു നല്ല വ്യക്തിയാകുക, സമൂഹത്തിൽ കുടുംബത്തിൽ ഒരു നല്ല ഗ്രഹനായകനായി തീരുക, ഒരു നല്ല അധ്യാപകനായിരിക്കുക. ഈ മൂന്ന് മഹത്വങ്ങൾ സവിശേഷതകൾ ആർജിക്കാൻ ഉപകരിക്കുന്ന ബൃഹത്തായ ഒരു കോഴ്സാണ് കോഴ്സ്. അതിൻ്റെ പ്രഗത്ഭരായ രണ്ട് അധ്യാപകർ അവരവരെ പരിചയപ്പെടുത്തിയ ശൈലിയും ആ സമയത്തിൻ്റെ ഔചിത്യവും ഇതൊക്കെ നമുക്ക് എക്കാലം മാതൃകയാണ്. അപ്പോൾ ഈ കോഴ്സിൻ്റെ ആ പ്രതിഫലനം, ആ പ്രയോജനം
നമ്മൾ ഓരോരുത്തരും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സ്വായത്തമാക്കുക. അത് അതിരുകളില്ലാതെ ഇങ്ങനെ വ്യാപിച്ച് ഈ സമൂഹത്തെ നന്നായി പ്രബുദ്ധരാക്കി വെക്കുവാൻ ഈ സംവിധാനം ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുവിന്റെ നാമത്തിൽ ആ സനത് ഞാൻ ആദ്യമായി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാം. ഈ ഏറ്റുവാങ്ങുന്ന അബ്ദുൽ ഹമീദ് മൗലവി വളരെ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ, ഒരു നല്ല അധ്യാപകനാണ്, ഒരു വിനയശീലത്തിൻ്റെ പ്രതീകം, എല്ലാവരുടെയും ഒരു അനുഗ്രഹമായ മുഖ്യനാണ്. അദ്ദേഹം ഈ കോഴ്സിൽ പങ്കെടുക്കുകയും ഒന്നാമതായി സ്ഥലത്ത് വാങ്ങുകയും ചെയ്യുന്നത് പ്രത്യേക അഭിമാനം തോന്നുന്നത് നിങ്ങളുടെ എല്ലാം അംഗീകാരത്തോടെ ആശീർവാദത്തോടു കൂടി ഉസ്താദ് അവരുടെ സ്റ്റേജിലേക്ക് വളരെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യും. ഫസ്റ്റ് റാങ്ക് നേടിയവർക്കുള്ള മൊമെന്റോ OS സാദിഖ് മൗലവി, രജിസ്ട്രേഷൻ നമ്പർ AGT 230. പിന്നെ 3 സഹോദരിമാരാണ്. സഹോദരിമാരുടെ അവരുടെ റാങ്കിനുള്ള മെമന്റോ അവരുടെ സ്റ്റേജിൽ അവരുടെ മെന്റേഴ്സ് വിതരണം ചെയ്യുന്നതാണ്. അവരുടെ പേര് ഇവിടെ അറിയിക്കുകയാണ്. രജിസ്റ്റർ നമ്പർ ALT 121 സുമിയ S, ALT 26 ബദരിയ, ALT 28 ആഷിക S. ഇവർ 3 പേരുടെയും മെമന്റോ അവരുടെ സ്റ്റേജിൽ ഇതിനു ശേഷം വിതരണം ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ്. ആയിരത്തി 1978 മെയ് മാസം 28-ാം തീയതിയാണ് യുവജന പ്രദർശന സ്റ്റേറ്റ് കമ്മിറ്റി ഈരാറ്റുപെട്ട പുത്തൻപള്ളിയുടെ മുകളിൽ വിശ്വകേരള ദിനത്തുറമയുടെ 24ാം വർഷം പ്രമാണിച്ച് ആദരണീയനായ ചേലപ്പുറം സ്ഥാപകർ സ്ഥാപകരാണ് യുവജന ഫെഡറേഷൻ ഔപചാരികമായി ഉദ്ഘാടിച്ചത്. അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ തെക്കൻ കേരളത്തിലെ എല്ലാവരും പങ്കെടുത്തു. നഴ്സറി സ്കൂളുകൾ, VP സെന്ററുകൾ, ഈ ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനം നിർമ്മിച്ചുകൊണ്ട് വായനശാലകൾ തുടങ്ങി ഒരുപാട് നേട്ടം എന്ന് മാത്രമല്ല, കേരളത്തിലെ DYFI കഴിഞ്ഞാൽ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനം DKIMYF. ആ DKIMYF എന്ന് പറയുമ്പോൾ ആ D ഒരു അധികമായി തോന്നുകയും അതിനെ വെട്ടിമാറ്റിയിട്ട് KMYF ആക്കണം, കേരള മുസ്ലിം യുവജന പ്രദർശനമാക്കണമെന്ന് അന്നത്തെ സംഘടനയുടെ വലിപ്പം, അതിൻ്റെ വികാസം, അതിൻ്റെ വികസനം കണക്കിലെടുത്തിട്ട് ഏകകണ്ഠമായി അഭിപ്രായം വരികയും അങ്ങനെ DKIMYF D എന്ന് വെട്ടിമാറ്റിയിട്ട് KMYF. അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോഴും അതിൻ്റെ പൂമടയാതെ നിലനിൽക്കുന്നു എന്ന ഒരു സന്തോഷമാണ് സംഭവം. ഈ സംഘം യുവാക്കളുടെ കർമ്മശേഷി
സമൂഹത്തിനും രാഷ്ട്രത്തിനും പ്രയോജനപ്പെടുത്തുക എന്ന ബൃഹത്തായ ലക്ഷ്യത്തോടുകൂടിയാണ് രക്ഷകേരളത്തിൻ്റെ കുറുമ യുവജന ഫെഡറേഷനെ രൂപം എന്ന് മാത്രമല്ല സമുദായത്തിൻ്റെ നട്ടല യുവാക്കൾ. നട്ടലിനെ ക്യാൻസർ ബാധിച്ചു പോയാൽ ആ ശരീരം നശിച്ചു പോകുന്നത് പോലെ സമുദായത്തിലെ യുവാക്കൾ അപരസഞ്ചാരികളായി പോയാൽ സമുദായത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതായി. അതുകൊണ്ട് യുവാക്കൾ ശക്തരാണ്. ഒരു രാഷ്ട്രീയ പരിവേഷമില്ലാതെ നിറമില്ലാതെ കൃത്യമായി തത്വാധിഷ്ഠിതമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു യുവജന പ്രസ്ഥാനമാണ് കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ. കൃഷ്ണകേരള ജനതയുടെ പ്രോത്സാഹന പ്രസ്ഥാനത്തിന് കഴിയും. എല്ലാവരും നമ്മൾ മരിക്കുന്നു, ഗവൺമെൻറ് മരിക്കുന്നു, പോലീസ് മരിക്കുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആ മരുപ്പ് നിലനിർത്തി പരമാവധി ഇതിനകത്ത് മെമ്പർഷിപ്പുകൾ വിതരണം ചെയ്യുകയും യൂണിറ്റുകൾ കൂടുതൽ സ്ഥാപിക്കുകയും ചെയ്യണം. അപ്പോൾ കർഷകരുടെ ജനത്തിനുമായിട്ടും സമൂഹത്തിനും സമുദായത്തിനും രാഷ്ട്രത്തിനുമൊക്കെ യുവാക്കൾ വലിയ മുതൽക്കൂട്ടാക്കുകയും എല്ലാ മാന്യം സഹോദരങ്ങളും ഇമാമുമാരും മുദരിസുമാരും ഒക്കെ തന്നെ ഈ കാര്യത്തിൽ അതിനെ പിന്തുണ ചെയ്യുകയും സഹായിക്കണമെന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ സന്തോഷത്തോടെ ആശീർവാദത്തോടുകൂടി ഈ മെമ്പർഷിപ്പ് ബുക്ക് ഈ സെപ്റ്റംബർ 8 ഒക്ടോബർ 8 ഒരു മാസം നീണ്ടു നിൽക്കുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തുന്നതിന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു താബാറക ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും. ഒരു വാക്കുകൂടി, ഇത് ഇടയ്ക്ക് ഉള്ള തുടക്കം എന്നതിൽ നമ്മൾ കർഷകരുടെ തുമ്പയുടെ സിൽവർ ജൂബിലി സമ്മേളനം കൊല്ലം ഗർഭയിലയിൽ നടക്കുമ്പോൾ പ്രശസ്ത വിശ്വമഹാപണ്ഡിതൻ അബുൽ ഹസൻ അലി നദ്വി സാഹിബ് റഹ്മത്തുള്ളാഹി അതേ കേരളത്തിൽ ആദ്യമായി വരുന്നത് കർഷകരുടെ തുമ്പയുടെ സിൽവർ ജൂബിലി സമ്മേളനം ഉദ്ഘാടനം. അതിൻ്റെ അടുത്ത ദിവസമായി ജാമ്യ ബന്നാനിക്ക് ലഭിച്ചിരുന്ന സമ്മേളനം. അന്ന് ആ സമ്മേളനം വിജയിപ്പിച്ചു. ജമ്യത്തിലുമാർ ഒരു സിൽവർ ജൂബിലി സമ്മേളനം നടക്കുമ്പോൾ എന്തായിരിക്കും ആ സമ്മേളനത്തിൻ്റെ ഒഴുപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ജനപ്രാതിനിധ്യം എന്ന് അന്നത്തെ പ്രമുഖരായ ഉത്സാഹന്മാർക്ക് ഒരു ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്കകളെല്ലാം അകറ്റി എന്ന് മാത്രമല്ല അവരുടെ കടക്കുമുട്ടലുകളൊക്കെ അതിജീവിച്ചുകൊണ്ട് കൊല്ലം ഗർഭരെയും അതിൻ്റെ പരിസരവുമൊക്കെ നിറഞ്ഞ് തൂകി ഇങ്ങനെ സമുദ്ര ജലം പോലെ ഒഴുകിയത് യുവാക്കളെ കൊണ്ടാണ്. യുവജന ഫെഡറേഷൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിരുന്നു ആ സമ്മേളനം അത്രയും വിജയിച്ചത്. ഇപ്പോൾ ജമ്യത്തുൽമാടെ 70-ാം വാർഷികം നടക്കുകയാണ്. ആ 70-ാം വാർഷികത്തിൽ യുവാക്കളുടെ നിർണായകമായ പങ്ക് നിങ്ങൾ ശരിക്കും അവിടെ പ്രകടമാക്കണം. അതിനുകൂടി ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വിധാനമാകട്ടെ എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനമുള്ള ഉസ്താദുമാരെ, സഹോദരന്മാരെ, ഈ അക്സ കോഴ്സിന് നേതൃത്വം നൽകിയിട്ടുള്ള ബഹുമാന്യരായ ഷാഹുൽ ഹമീദ് സഹരി സാറ്, അഷ്റഫ് സാർ, അവർക്ക് നമ്മുടെ ഒരു സ്നേഹോപഹാരം സമർപ്പിക്കുകയാണ്. അതിന് ഇൻഷാ അല്ലാഹ് അഷ്റഫ് സാറിനെ അത് സ്വീകരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അത് നൽകുന്നത് ബഹുമാനപ്പെട്ട തുബീർ ഉസ്താദ്. ഇൻഷാ അല്ലാഹ് അടുത്തത് ഷാഹുൽ ഹമീദ് അസ്ഹരി സാറിനെ കടക്കൽ ഉസ്താദ് നൽകുന്നതാണ്.
ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ യോഗം അവസാനിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് ശേഷം കേരളക്കരയിലെ പ്രഗത്ഭ വാഗ്മിയും പണ്ഡിതനുമായ പനവൂർ നവാസ് മന്നാനിയുടെ മധുർ റസൂൽ പ്രഭാഷണം ഉണ്ടാകും. ആ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഇന്നിവിടെ നടന്നിട്ടുള്ള സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്വിസ് കോമ്പറ്റീഷന്റെ വാർഷികേറിയ മത്സരമായിരുന്നു. 3 റൗണ്ട് മത്സരങ്ങളിൽ 3ാമത്തെ റൗണ്ടിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡുകൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ട്രോഫിയും അവരുടെ ക്യാഷ് പ്രൈസും നവാസ് മന്നാനി ഉസ്താദിന്റെ പ്രഭാഷണ സദസ്സിൽ വെച്ച് നൽകുന്നതായിരിക്കും. അത് നൽകുന്നത് ബഹുമാനപ്പെട്ട കടയ്ക്കൽ ഉസ്താദാണ്. ഇപ്പോൾ ഈ അക്സ കോഴ്സ് പാസ്സായ എല്ലാ പഠിതാക്കൾക്കുമുള്ള ജെൻസിനുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് നടക്കാൻ പോകുന്നത്. ബഹുമാനരായ ഉസ്താദ്